ഹലോ, രേണുകണ്ണിക്കണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു രാത്രിയിലത്തെ കാഴ്ചയാണ് കേട്ടോ. രാത്രി ഇങ്ങനെ വണ്ടിയിൽ പോകുന്നുണ്ട്. ഇതെവിടേക്കാണ് പോകണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം തേടിയിട്ടുള്ള ഒരു യാത്രയാണ്. തിരഞ്ഞ് നടക്കാമെന്ന് എന്തായിരിക്കും അന്വേഷിക്കുന്നുണ്ടാവുക? ആർക്കും അറിയുന്നില്ല അല്ലേ? നമുക്ക് അന്വേഷണം തുടരാം. അന്വേഷിച്ച് പോവുകയാണേ, ഒരാളെ അന്വേഷിച്ച് പോണതാണ്. അപ്പോൾ രാത്രി ഏകദേശം ഒരു 8 മണിയോളം ആയിട്ടുണ്ടാവും. 7:30 8 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം കടകളൊക്കെ ഇങ്ങനെ അടച്ച് വരുന്നു. എന്നാലും അധികം അടച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് എന്നാലും തട്ടുകട ഉണ്ടോ എന്നാണ് ഇങ്ങനെ നോക്കണത്. തട്ടുകട നോക്കുന്നുണ്ട്, എല്ലാം നോക്കുന്നുണ്ട്. വഴിയേ പറഞ്ഞു തരാം. ഇങ്ങനെ എല്ലാ റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ പോവാം. ആ മൂലക്കുള്ള കട അവിടെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഒരാളെ തിരഞ്ഞുകൊണ്ട് നടക്കണതാ. അപ്പോൾ അങ്ങനെ തിരഞ്ഞ് ഇത് മീനൊക്കെ വെച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒന്നും ഉണ്ടാവില്ല ആ സാധനം. മീനൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ കല്ലുമ്മക്കായി വിൽക്കുന്നുണ്ട്, മീൻ വിൽക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച കാര്യം മാത്രമല്ല. അങ്ങനെ തിരഞ്ഞ് ഒരുപാട് അന്വേഷിച്ച് ലാസ്റ്റ് ഒരു ദിക്കിൽ നിന്ന് കണ്ടെത്തി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇതെന്ത് തേടിയിട്ടുള്ള യാത്രയാന്ന്? അതാണ് കൂട്ടരെ ഒരു അത്ഭുത സാധനം. എൻ്റെ ജൂലി മുളക്കുള്ള ചിക്കൻ അന്വേഷിച്ചുള്ള യാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ അതായത് ചിക്കനെ കിട്ടി. അവളുടെ ചിക്കൻ 2 ദിവസമായി ഇവൾക്ക് ചിക്കൻ കിട്ടാണ്ട് മത്സ്യം കഴിക്കില്ല. അവൾ ചിക്കൻ്റെ പാർട്സേ കഴിക്കുള്ളൂ. സാധാരണ ചിക്കനും കഴിക്കില്ല. സാധാരണ ചിക്കനാണെങ്കിൽ കുഴപ്പമില്ലേ, നമുക്ക് എല്ലാ കടയിൽ നിന്നും കിട്ടും. ഈ ചിക്കൻ പാഴ്സേ കഴിക്കുള്ളൂ. അങ്ങനെ രുചികരമായ ചിക്കൻ പാഴ്സും വേണ്ടിയിട്ട് തിരഞ്ഞ് ലാസ്റ്റ് കിട്ടി. മഞ്ഞൾപ്പൊടിയിട്ട് അവൾക്ക് കുക്കറിൽ വെച്ച് ഒരു 3-4 വിസിൽ അടിച്ച് അങ്ങനെ ഞങ്ങളുടെ ചിക്കൻ പാഴ്സ് റെഡി. ഇനി ചിക്കൻ പാഴ്സ് ഞങ്ങൾ ജൂലിമുളക് കൊടുക്കട്ടെ കേട്ടോ. അത് ഏകദേശം വെന്തേ ചൂടാറാൻ വെച്ചു. ചൂടാറി അതാ ജൂലിമുളക് സമാധാനമായി. പാവല്ലേ, മിണ്ടാപ്രാണികൾക്ക് വല്ലതും അറിയോ? അവർക്ക് കൊടുക്കണതല്ലേ അവർ തിന്നുള്ളൂ. പക്ഷെ ഇവൾക്ക് ചിക്കൻ പാർട്സ് തന്നെ വേണം. ചിക്കൻ കഴിക്കില്ല, മുട്ട കഴിക്കും, അത് എപ്പോഴെങ്കിലും കഴിക്കുള്ളൂ. അപ്പം എൻ്റെ മോളുടെ ചിക്കൻ പാർട്സ് തിരഞ്ഞിട്ടുള്ള യാത്രയായിരുന്നു ഇന്നത്തെ ദിവസം ഫുള്ളും കേട്ടോ. രാത്രി ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ തുടങ്ങിയതാ. ഇപ്പം നോമ്പായതുകൊണ്ട് പാർട്സ് ഒന്നും ഇല്ല എന്നാണ് പറയണത്. അങ്ങനെ രുചികരമായ അവളുടെ പാർട്സ് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജൂലി മോളുടെ ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്